മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഉമേഷ് മാപ്സ്. ഹലോ ഉമേഷ് ചേട്ടോ, എന്താണ്? ഓ വരാം വരാം. ആന്തരണ്ടാ പിന്നെ വരൂല്ലേ നമ്മള്? ഇപ്പൊ എന്ത് വിളിച്ച കാര്യം പറ. അവിടെ പരിപാടിയൊക്കെ എങ്ങനെ പോണ്? ആഹാ അടിച്ചോളി എന്നല്ലേ. ഓ നടക്കട്ടെ നടക്കട്ടെ. കൊളോ കാവിൻ്റെ അടുത്ത്. ആ അതിനിപ്പോ ഞാൻ വന്നേക്കാം. ഓ ഞാൻ വരാം വരാം വരാം. ആ ആ അതാ അമ്മൂമ്മ വന്നിട്ടുണ്ട്, കൊടുക്കട്ടാ. ഹലോ ഹലോ എന്തോന്നു? ഫോൺ അമ്മൂമ്മയ്ക്ക് കൊടുക്കാന്ന്. പുള്ളിക്കാരൻ കട്ട് ചെയ്തിട്ട് പോയി. അമ്മൂമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട്. ആരായിരുന്നു? ഉമേഷ് ഏട്ടൻ. കള്ളൻ. ഓ മനഃപൂർവ്വം കട്ട് ചെയ്തതായിരിക്കും. അങ്ങനെക്കറിയാം അമ്മൂമ്മ ഗത്തി വെക്കൂന്ന്. എടുക്ക് ഉമേഷ് ആയിരിക്കും. അല്ല അമ്മായിയാണ്. ശർക്കര അമ്മായി എന്തായി? എറണാകുളത്തിയാ? എന്നാ ടക്കണേക്ക് പോരെ. എന്ത് വിളിച്ചേ? ആരെ കണ്ടത്? തള്ളി അങ്ങ് വിടുകന്നല്ലേ, മയമൊക്കെ വേണ്ടേ അമ്മായി? ഓ ഓ ഞാൻ വിശ്വസിച്ചു. ഓ തന്നെ കമ്പനി തന്നെ സമ്മതിച്ച്. ആ ശരി എന്നാ ഇങ്ങ് പോരെ കേട്ടാ. ഓവറായിട്ട് തള്ളല്ലേ. ആ വരുന്ന വണ്ടി കുറച്ചുകൂടെ സ്പീഡ് ഇങ്ങ് വരും. ആ കുറച്ച് പതുക്കെ വന്നാൽ മതി. ശരി ശരി വാ. തള്ളെന്ന് പറഞ്ഞ എന്തൊരു തള്ളത്? എന്താടാ? അമ്മായിയാണ് വിളിച്ചേ. ആളെവിടെ? ശാർക്കരന്ന് വിട്ടു എറണാകുളം എത്തി. അമ്മായി ഇവിടെ എറണാകുളം എത്തിയപ്പോ ഒരാള് വിളിച്ചെന്ന്. സാമ്രാജ്. സാമ്രാജ് അല്ലേ മുമ്മ? മജീഷ്യൻ സാമ്രാജ്. അതിന് അമ്മായിക്ക് സാറിന് പരിചയമുണ്ടോ? ഏതോ പ്രോഗ്രാമിന് വെച്ചങ്ങാണ്ട കണ്ട് സംസാരിച്ച് അങ്ങനെ ഭയങ്കര കമ്പനി കട്ട കമ്പനി എന്നൊക്കെയാണ് പറഞ്ഞത്. അമ്മൂമ്മ ആങ്കിളില്ലേ സൂപ്പറായിട്ട് മാജിക് കാണിക്കും. ഞാൻ ടി വിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ കോട്ടും തൊപ്പിയും ഒക്കെ വെച്ചു കണ്ണിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പേടിപ്പിച്ച് മാജിക് കാണിക്കുന്ന ആളല്ലേ? വിചാരിക്കണ പോലെ അല്ല, വേൾഡ് ഫേമസ് ആണേ. പക്ഷെ അമ്മായിട്ട് ഇങ്ങനെ കട്ട കമ്പനി ആയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചി അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തിനു പറയാൻ ചേച്ചി? കട്ട കമ്പനി എന്നൊക്കെയാണ് അമ്മായി പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയല്ല, ഈ ഒരു ഒറ്റ കാര്യത്തില് അമ്മായിനെ ചേച്ചിയെ കടത്തി വിട്ടു. കടത്തി വിട്ടു? ഏത് കാര്യത്തില്? തള്ളി അങ്ങ് ഉടണ കാര്യത്തില്. ഓ അതിന് നിന്നെയാണ് കടത്തി വിട്ടുന്നത്. നീയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പൊട്ടുകുറ്റി, തള്ളി അങ്ങോട്ട് മറക്കുന്ന ആള്. അയ്യേ പൊട്ടുകുറ്റി അങ്ങ് മടങ്ങാ മതിയല്ലേ. ഇത് സംഭവം വേറൊന്നും ആയിരിക്കില്ല. മിക്കവാറും വണ്ടി പോണ സമയത്ത് പോലും പുള്ളിക്കാരനെ കണ്ടു കാണും. അമ്മായി അങ്ങോട്ട് ഹായ് കാണിച്ചു കാണും. പുള്ളി അപ്പൊ വലിയ ഈച്ച അടിച്ചു കാണും. അമ്മായി ഇത് ഹായ് ആണെന്ന് വിചാരിച്ചു കാണും. തള്ളി അങ്ങ് വെച്ച് കാണും. അത്രേ ഉള്ളൂ. ഗൗരിയമ്മയുടെ അടുത്ത് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലേ നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കായിരുന്നു. അങ്ങനെയൊന്നും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല പാറു. അവരൊക്കെ വലിയ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മായി ഇപ്പൊ നല്ല തിരക്കിലായിരിക്കും. ബസ്സിനകത്ത് തിരക്കിലിങ്ങനെ ഇടിച്ചു കിട്ടിയിരിക്കുകയായിരിക്കില്ലേ. അമ്മായിക്ക് ശരിക്കും പുള്ളിനെ പരിചയമുണ്ടായിരുന്നെങ്കിലേ നമുക്കും കൂടെ ഒന്ന് പോയി പരിചയപ്പെടായിരുന്നു. അയ്യ ചെന്നങ്ങോട്ട് കയറിക്കോട്. ചേച്ചി എന്തിനു ചേച്ചി വിചാരിച്ചേ? പുള്ളി ഒരു വേലയും കൂലി ഇല്ലാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കണമെന്നാ? ചേച്ചി അവർക്ക് നല്ല ബിസി ടീമാണ്. അവർ ഇന്റർനാഷണൽ വേൾഡ് ട്രിപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്നതായിരിക്കും. ഇന്ന് ന്യൂസിലാൻഡ്, നാളെ ഓസ്ട്രേലിയ, മറ്റേ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കറങ്ങണ ടീമായിരിക്കും. എന്തോ ആയാലും എന്റെ കൊച്ചി ഇരുട്ടുന്നതിനും പിന്നെ എത്തിയാൽ മതിയായിരുന്നു. അമ്മായി ഇറച്ചും വിളിച്ചോ ഒന്ന് തന്നെയാ. അമ്മൂമ്മ പോലെ ഒറ്റബുദ്ധി. അറിയാതെ തിരിച്ചു പോയതാ. എടാ ഉമേഷ് എന്തിനായിരുന്നു വിളിച്ചേ? നമ്മുടെ പടവലത്തെ കുളം വറ്റിക്കണ കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എടാ അത് കുളമല്ലടാ, പുഴയാ. നീയൊക്കെ ഏത് കാലത്ത് അത് വറ്റിക്കാനാ? ചേച്ചി പോയിച്ച് അവിടുന്ന് ബോധം പോയാ? കാവിന്റെ അടുത്തുള്ള കുളം. ഓ ആ കുളം. ആ കുളം വറ്റിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ മീൻ പിടിക്കാം. നീ അങ്ങോട്ട് ചെല്ല്. അവിടെ ചെല്ലുമ്പോഴേ അവൻ കുടിച്ചിട്ടേ ആ കുളത്തിന്റെ അവിടെ മീനോടൊപ്പം കിടക്കുന്നുണ്ടാവും. അവൻ പറയുന്നത് നീ അല്ലാതെ വേറെ ആരെങ്കിലും കേക്കുവോ?
കൊല്ലോ മനുഷ്യനെ. ഇപ്പൊ ഫോൺ താഴെ വീട് പൊട്ടിയനല്ല. ഫോണില് കാര്യമായിട്ട് എന്തോ ചെയ്യുമായിരുന്നല്ലോ. ഓ, താങ്കളെ തന്നെ വിളിക്കാൻ നോക്കുമായിരുന്നു. ഇന്നെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഓ, എന്നാ അങ്ങനെ വിളിക്കണ്ട, ഞാൻ ഇവിടെ എത്തിയല്ലോ. എന്തിനാ അമ്മായി ഫോൺ എടുത്ത് ബാക്കിയുള്ളവരെല്ലാം വിളിക്കാറിയാം, പക്ഷെ എന്നെ മാത്രം വിളിക്കാറിഞ്ഞൂടാ. അമ്മായി എന്തിനു വിളിക്കുന്നേ? അമ്മായി ഇവിടെ ഇരിക്കല്ലേ? അയ്യോടി, തള്ളി അങ്ങ് മറിക്കുമല്ലോ. അമ്മായി അല്ലേ തള്ളിയേ സാമ്രാജ്യങ്ങളെ പരിചയമെന്ന് പറഞ്ഞോണ്ട്? പിന്നെ എനിക്ക് പരിചയം ഉണ്ടെന്നേ. ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. എനിക്ക് കഴിക്കാൻ എന്തൊക്കെ മേടിച്ചെന്ന് അറിയോ? ചുമ്മാ. അമ്മായെ കണ്ടാ സ്നേഹം കണ്ടാ? ഓ, കണ്ട സ്നേഹമാണെന്നൊക്കെ തോന്നും. ഇയാള് പോടേ കുശുമ്പി. അമ്മായിക്ക് ശരിക്കും മെജീഷ്യൻ സാമ്രാജ്യനെ പരിചയമുണ്ടോ? ആ, പരിചയമുണ്ട്. എന്നാ എങ്ങനെയാ പരിചയം? എങ്ങനെ പരിചയമെന്നോ? എടാ, പണ്ടേ ട്രിവാൻഡ്രത്ത് ഒരു ഈവന്റ് നടത്തുമായിരുന്നു. അതിന്റെ മെയിൻ പരിപാടിയായിരുന്നു മെജീഷ്യൻ അങ്കിളുടെ മാജിക് ഷോ. അപ്പം അതിലൊരു കോർഡിനേറ്റർ ഞാനായിരുന്നേ, മെയിൻ കോർഡിനേറ്റർ. സ്റ്റേജിൽ മാജിക് ഷോ നടന്നുകൊണ്ടിരുന്നപ്പം എന്നെ സ്റ്റേജിലോട്ട് അങ്ങ് വിളിച്ചിട്ട് അങ്ങ് വാനിഷ് ആക്കി കളഞ്ഞേ. ചേടാ, ആ വഴി അങ്ങ് പോയാ പോരായിരുന്നു. എന്തിനാണ് വന്നത് അല്ലേ? എത്ര തള്ളു സഹിക്കണ്ടായിരുന്നു. ഞാൻ പറയണോ? ആ, അങ്ങനെ അതിനുശേഷം പിന്നെ അത്യാവശ്യം സംസാരിച്ച് നല്ല കമ്പനിയായി. പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഗൗരി, മോളെ, ശാർക്കരക്കാരി എന്നൊക്കെ ഒരേ വിളിയാണെന്നേ. തള്ളി അങ്ങ് വിട്ടോണം, ഒരു മയമില്ല. എന്തിനു വിളിക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അമ്മായി പറയണല്ലേ നമുക്കറിയാം. ഡേ, അങ്ങനെ പുള്ളി എറണാകുളത്തോട്ട് വന്നപ്പം ആക്സിഡന്റിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പുള്ളി എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിളെ നമുക്കൊന്ന് കണ്ടാലോന്ന്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവ എന്നെ വിളിച്ചത്. ആര് വിളിച്ച്? എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചത്. എന്താ എമ്പളാക്കാൻ വേണ്ടി വിളിച്ചതും പോരാ, പുള്ളി എന്തിനു പോയ കാറ് വല്ലതും പോയപ്പോ ഹായ് വല്ലതും കാണിച്ചിട്ട് പോയോ? ഞാൻ പറയണ തീരെ വിശ്വാസമാവണല്ലേ. ഞാൻ അങ്കിളുടെ അടുത്ത് ഇത് തന്നെ പറഞ്ഞത്. അങ്കിളിനെ എനിക്ക് അറിയാന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമാവൂല. വിശ്വസിക്കാം. അങ്ങനാണെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോ. എനിക്ക് മാജിക് ഭയങ്കര ഇഷ്ടാ. ചിരിച്ചോണ്ടിരിക്കാനേ പറ്റൂ, അല്ല വേറെ നടക്കൂല. എടാ, അങ്കിളിനെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോണമെന്നില്ല. എന്റെ പൊന്നമ്മായി ചുമ്മാ കിടന്ന് ഉരുളല്ലേ. ചിലപ്പോ അമ്മായിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വല്ല പരിചയം കാണുമായിരിക്കും. അല്ലാണ്ട് അറിയാൻ പറ്റാ ബന്ധമാണ്, അത്ര കണക്ഷൻ ആണെന്നൊന്നും തള്ളല്ലേ. വിശ്വസിക്കാൻ പറ്റൂല, ഉടായിപ്പാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മച്ചാ ബന്ധമാണെന്ന് വിചാരിച്ചോ? എന്തുകൊണ്ട് ഈ നിമിഷം വരെ പുള്ളിനെ പരിചയമുണ്ടെന്ന് അമ്മായി പറഞ്ഞിട്ടില്ല? അതിനുള്ള സാഹചര്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്കിതുപോലെ എത്ര പേരെ അറിയാം. മോഹൻലാല്, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, അങ്ങനെ എത്ര പേരെ എനിക്കറിയാം. ഇവരൊക്കെ അറിയാലേ അമ്മായിക്ക്. ഇവരൊന്നും അറിഞ്ഞില്ലെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരെ എനിക്കറിയാം. പിന്നെ നമ്മുടെ കൂത്താട്ടുള്ള രമേശ്, പിന്നെ നമ്മുടെ മറ്റേ കുന്നംകുളം സാജി, പിന്നെ എടപ്പള്ളി അമല, ഇവരൊക്കെ ഫ്രണ്ട്സ് അല്ലേ? അറിഞ്ഞൂടെ? ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന വലിയ പുള്ളിക്കാരാണ് ഇവരൊക്കെ. പക്ഷേ നമുക്കൊന്നും അറിഞ്ഞൂടെ, അമ്മായിക്ക് മാത്രമേ അറിയുള്ളൂ. എടാ കേശു, ഞാൻ അങ്കിളിനെ മീറ്റ് ചെയ്തപ്പം ഫോണിൽ കൂടെ നിങ്ങളെ വിളിച്ച് പറയാത്ത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വിശ്വസിക്കൂലെന്ന് വെച്ച്. നിനക്കാരെ അറിയാടാ? ഇവിടെ ഉള്ള കുറച്ച് പെൺപിള്ളേരെ അല്ലാതെ അലീന, മെർലിൻ, സൗഭാഗ്യ, ശരണ്യ, അങ്ങനെ കുറെ പിള്ളേരല്ലേ നിനക്കറിയുള്ളൂ. അതൊക്കെ ആര്? എന്തായാലും നിങ്ങൾ എന്നെ ഇത്രയും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്റെ കൂടെ വാ. എങ്ങോട്ട് വരും? ആ വാ. അമ്മായി ഇപ്പോഴല്ലേ പുറത്തുനിന്ന് അകത്തോട്ട് വന്നേ. എടാ, നിങ്ങൾ വാടേ. എന്തോരടെ ഇത്? പിന്നെ വേടേ വാ, വാന്നേ. എന്തരമ്മായി? എന്തോ അമ്മായി? അല്ല, അമ്മ എങ്ങനെ കഴിച്ചൂടാ? അവരെ വിളിക്കണമെങ്കിൽ അകത്തോട്ട് പോണമായിരുന്നു, ഇങ്ങോട്ടല്ല വരണ്ടേ. അമ്മ കഴികാച്ചി, നീ വന്നിട്ടിയാ? അല്ല, നീ വന്നിട്ട് എന്താ ഇവിടെ തന്നെ അടുക്കളയിലോട്ട് വരാൻ? എന്താ? അയ്യോ, അടുക്കളോട്ട് വരാന്ന് വിചാരിച്ചാണ്, വഴി തെറ്റിപ്പോയി ഫ്രണ്ടിൽ കൂടെ കയറി. എന്നാ നീങ്ക എല്ലാം ഇങ്ങേ നിക്കറീങ്ക? ആ, അതൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറയണത് നിങ്ങൾ എല്ലാവരും ഏറ്റു പറയണം. ശരി, പറയോ? 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 അയ്യോ, അതല്ല. അല്ല. എന്റെ ദൈവമേ, അയ്യോ അതല്ല, ഞാൻ പറയണ മന്ത്രം നിങ്ങൾ എല്ലാരും ഏറ്റു പറയുമെന്ന്. അങ്ങനെ അല്ല, എന്തിനു മന്ത്രം? എടേ, ഒന്ന് പറയടേ. പറയാം. പറയോ? അബ്രാകഡാബ്ര. പറയടേ ഒന്ന്. ഒന്നുകൂടെ പറഞ്ഞേ. അബ്രാകഡാബ്ര. ഇനി എല്ലാരും ദേ
അങ്ങോട്ട് നോക്കി. അമ്മ തൊപ്പിക്കാരനല്ല. മായമല്ല, മന്ത്രമല്ല, അതാണ് സാക്ഷാൽ മജീഷ്യൻ സാമ്രാജ്. അമ്മായി വാ, ബാക്കിയും കൂടെ തള്ളിത്തരാം. ഹലോ നിങ്ങള് ഹലോ ഹലോ ഇതാണ് എന്റെ ഫാമിലി. ഓ നമസ്കാരം. നിങ്ങളെന്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതേ? ഞാൻ നിങ്ങളുടെ സാമ്രാജ്, വിസ്മയിച്ച് നോക്കി നിൽക്കുന്ന നിങ്ങളെ അമ്പരിപ്പിക്കുന്ന നിങ്ങളുടെ സ്വന്തം സാമ്രാജ്. നിങ്ങളെന്ത് ഇങ്ങനെ നിൽക്കണേ? നിങ്ങൾക്കല്ലേ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. നിങ്ങളെ പരിചയപ്പെട്. ഹലോ മാജിക് അമ്മ. ഹലോ ഹായ് സാർ, ഞാൻ ഹലോ ലക്ഷ്മി. ഹലോ 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 സർ, ശിവാനി. ഞാൻ പാർവതി. ഓ മോളെ ഗൗരി, ഇവിടെ എത്രമാത്രം കുട്ടികളായില്ലേ? അതേന്നേ, ഇവിടെ ഒരു മാജിക് ഷോസ് നടത്താനുള്ള കുട്ടികളുണ്ടെന്നേ ഇവിടെ. ആ, എനിക്ക് എന്തായാലും കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അതെന്തൊരു വർത്താനാ മാജിക്കാരാ? അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലേ? എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്, കുട്ടികളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ സംസാരം കേട്ടപ്പോ മനസ്സിലായി കാണുമല്ലോ, ഇതാണ് എന്റെ അമ്മായിയമ്മ, ചോനറത്തല ഭവാനി. ഗൗരി ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ മാജിക്കാരാ, ഇവള് പറയുന്ന പോലൊന്നും അല്ല, ഞാനൊരു പാവാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങളെ, ഇതാണ് ഞങ്ങൾ മധുര കനകേച്ചി. മധുരയിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടേ. எனக்கு உங்களை ரொம்ப நல்லா தெரியும். எனக்கு உங்களை ரொம்ப பிடிக்கும். അങ്കിളെ ഞാൻ ഈ രൂപത്തിലല്ല പ്രതീക്ഷ. പിന്നെ എങ്ങനെയാ പ്രതീക്ഷിച്ചേ? കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് കണ്ണുരുട്ടിക്കൊണ്ട് മാജിക് കാണിക്കത്തില്ലേ? അയ്യോ, അങ്കിൾ അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ. ചോദിച്ചോളൂ. വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ അല്ല, ദോശ ഇഡ്ഡലി ഒക്കെ ഇരിപ്പുണ്ട്. മാസ്രാജ് കഴിക്കുവോ? ഇത് നശിപ്പിക്കും കേട്ടോ. എന്റെ അമ്മ മാസ്രാജ് അല്ല, സാമ്രാജ്. ക്ഷമിക്കണം, വെപ്രാളത്തിൽ പറഞ്ഞു പോയതാ. ക്ഷമിക്കണോ ഗൗരി? ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കങ്ങളെ. എന്തോ നമ്മമ്മേ മുറ്റത്ത് വെച്ചിട്ടാണോ ഭക്ഷണക്കാരെയൊക്കെ ചോദിക്കണത്? അങ്കിളെ, അങ്കിള് നല്ല തിരക്കുള്ള ആളാണെന്ന് അറിയാം. എന്തായാലും നമ്മുടെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം അകത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോയാ കുഴപ്പമുണ്ടാവും. ആവട്ടെ. എന്നാ പിന്നെ അകത്തേക്ക് പോവാം. എന്തായാലും ഗൗരി മോള് വിളിച്ചിട്ടല്ലേ വന്നത്. എന്തായാലും കുറച്ച് സമയം നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒന്നിരിക്കാം. എന്താ சார், உங்களுக்கு என்ன பிடிக்குதோ சொல்லுங்க, நான் அதெல்லாம் ஸ்பெஷலா செஞ்சு கொடுக்கறேன். അതൊക്കെ പറയാം. അങ്കിളിന് എന്തുവാണെങ്കിലും മാജിക്കിലൂടെ ഉണ്ടാക്കി കഴിക്കാലോ. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടില്ല. ആകാശത്തു നിന്ന് പൈസ എടുത്ത് ചെലവാക്കിയാൽ മതിയല്ലോ. എന്ന് മോളോട് ആര് പറഞ്ഞു? ഞാൻ ടി.വി. കണ്ടല്ലോ. അങ്ങനെ ആകാശത്ത് നടക്കുന്ന പൈസ കൊണ്ട് ചെലവായി കൊടുത്തേച്ചാലും മതി. അങ്കിളിന് ആകാശത്ത് കയറ്റും മാതിരി. കേശു, ഓ മോനെ ബാ. കുഴപ്പമില്ല, ഞാൻ ബാന്നേ. അല്ല കുഴപ്പമില്ല.
ചേച്ചി മോനെ അറിഞ്ഞു തന്നേ, അറിഞ്ഞു തന്നേ. ഏത് എന്റെ പൈസ തന്നേ. അന്ന് ആകാശത്ത് ഞാൻ എടുത്ത് പൈസ ഇല്ലേ, അറിഞ്ഞു തരിക. ഏത് ആകാശത്തുനിന്ന് എന്നെടുത്ത എന്തൊരു പൈസ തരത്തില്ലല്ലേ? അങ്ങളെ സത്യമായിട്ട് പൈസ ആണെങ്കിൽ അമ്മ എടുത്ത് വെച്ചാൽ മതി. കൈ ഉയർത്തി നിൽക്കുക, കൈ ഉയർത്തി നിൽക്കുക. നോക്കി 500 രൂപയുടെ കറൻസി നോട്ട് കണ്ടില്ലേ? 500 രൂപയുടെ കറൻസി നോട്ട് കണ്ടില്ലേ? ഇതാണ് മാജിക്. അല്ല 500 രൂപ എന്റെ പോക്കറ്റിൽ കിടന്നല്ലേ? നോക്കിക്കോണം, നോക്കിക്കോണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയ ഇത് വെറും ഇല്യൂഷൻ മാത്രമാണ്. നോക്കിയേ, ഇങ്ങനെ വെച്ചിട്ട് നോക്കി. 500 രണ്ടാക്കണേ. നോക്കി നോക്കി, ഇതാണ് റിയൽ മാജിക്, ഇതാണ് റിയൽ മാജിക്. കേശുവേ എങ്ങനെയാ ഉണ്ട്? സാബ്രാജിലൂടെ കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. വാങ്ങളെ നമുക്ക് പോവാം. മാജിക്കാരെ വന്നാട്ടെ. പോ 500 രൂപ ഇട്ട് കഴിഞ്ഞു. മാമ മറ്റേ 500 രൂപ. മാന്ത്രികൻ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും വലിയൊരു മാന്ത്രികനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചില്ല. அம்மா அவங்களுக்கு முதல்ல நம்மளுக்கு டீ காஃபி அப்படி ஏதாவது கொடுக்கலாம்ல? അങ്ങനൊന്നും കൊടുക്കരുത്. അവര് പറയാതെ അവര് ചോദിക്കാതെ അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുത്താലേ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. போங்கம்மா என்னம்மா இது அவங்களும் மனுஷங்க தானே. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് ചായ കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ആ ചായ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ തലയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അതിനകത്ത് നിന്ന് രക്തമേ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വീഴും. ആ വന്ന് കേറിയപ്പോഴേ കേശുവിന് കിട്ടിയത് കണ്ടല്ലോ. என்னம்மா இது பயப்படுத்துறீங்களா? ഞാൻ ഭയപ്പെടുത്തിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് ചോദിക്കും, അപ്പൊ കൊണ്ടു കൊടുത്താൽ മതി. എന്താണ് രണ്ടുപേരും കൂടി കുനുകുനാ സംസാരം? கௌரி அவங்களுக்கு என்ன கொடுக்கலாம்னு யோசிச்சுட்டு இருக்கோம் நாங்க. അതൊക്കെ സമയമാവുമ്പം പറയാം. പിന്നെ രണ്ടുപേർത്തും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. அம்மா கேட்டீங்கல்ல? എന്നോടല്ല പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ മണ്ടത്തരം കാണിക്കുന്നത് നീയാ. നീ അങ്ങ് അനുസരിച്ചാ മതി. രണ്ടുപേരും കണക്ക് തന്നെ. അങ്ങനെ അങ്കിൾ എല്ലാരും വിളിച്ചാൽ ചെല്ലുന്ന ആളൊന്നും അല്ല. ഞാൻ വിളിച്ചോണ്ടാണ് ഈ വീട്ടിലോട്ട് വന്നത്. എന്റെ വില കളയല്ലേ ദേവിയത്. கௌரி நீ எனக்கு ஒரு ஹெல்ப் செய்யறியா? நீ அவங்கள்ட்ட சொல்லு இந்த கனகம் ரொம்ப பாவம்னு. ഞാനും അതൊക്കെ അങ്കിളിന് ആൾക്കാരെ കണ്ടാ അറിയാം. അങ്കിളിന് എല്ലാരെയും മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിന് എന്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ. അതൊക്കെ വഴിയെ മനസ്സിലാവും. അമ്മായി പുള്ളി എന്തരാണ് ഒന്നും മിണ്ടണില്ല, എല്ലാരെയും മാറി 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 നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല പറഞ്ഞാലും നിങ്ങൾ എന്തിനാണ് അടുപ്പ് കൂട്ടിയോ അടുക്കള വന്നിക്കണേ? டே கேசு அவங்களுக்கு நம்மளோட மனசெல்லாம் படிக்க தெரியும்னு கௌரி சொல்றாடா. പിന്നെ മനസ്സ് പഠിക്കാൻ വേണ്ടി മനസ്സ് വരെ ബുക്കിൽ എഴുതി വെച്ചേക്കാണല്ലോ. എനിക്ക് പോകാൻ എൻ്റെ അടുത്ത്. കേശുവേ കൂടുതൽ ഷോ കാണിക്കാൻ നിക്കല്ലേ. അങ്ങ് പുറത്ത് വെച്ച് കുറച്ചേരത്തെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഇനിയും അങ്കിളുടെ മുന്നിൽ ഷോ കാണിക്കാൻ നിന്ന അങ്കിൾ നിന്റെ ഊപ്പാട് ഇളക്കും. പിന്നെ ഊപ്പാട് ഇളക്കും. അതെ അമ്മ, ഈ മാജിക് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. എല്ലാ കാര്യങ്ങളെയും ഒന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. അതിനൊരു മാറ്റവും ഇല്ല. ഇങ്ങനെ ശാസ്ത്രീയമായ വിശകലനം നടത്തി അങ്ങ് കോഴിക്കോടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പുള്ളിയുടെ അടുത്ത് ചെന്നായിരുന്നു. അവ ഈ വിശകലനമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയപ്പം അവൻ്റെ ദേഹത്ത് ഡ്രസ്സൊന്നുമില്ല, ഫുൾ ന്യൂണിറ്റി. അതുകൊണ്ട് എൻ്റെ കേശുവേ സൂക്ഷിച്ച നീ ദുഃഖിക്കേണ്ടി വരൂല. ചുമ്മാ തള്ളി വിട്ടിട്ട് പോണല്ലേ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു. അങ്കിളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഇനി എന്നാ അടുത്ത പ്രോഗ്രാം? അടുത്ത മാസമുണ്ട്. അടുത്ത മാസോ? യു എ ഇന്റർനാഷണലാ? തീർച്ചയായിട്ടും. അപ്പൊ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്? കൊറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? ഹായ്, ഞാൻ വെറുതെ കുശലം ചോദിക്കായിരുന്നു. എടാ ഒരുപാട് രാജ്യത്ത് അങ്ങനെ ഷോസ് ചെയ്തിട്ടുണ്ടെന്ന്. അടുത്ത എവിടെ? യു എ അല്ലേ? അടുത്ത യു എ. ആ അങ്ങോട്ട് പോകുമ്പോഴേക്കേ അസിസ്റ്റന്റ് ആയിട്ട് എന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അല്ലേ? അതെ തന്നെ, അതെ തന്നെ. എന്താ എന്താ എന്താ
ഓൾറെഡി ബുക്ക്. അങ്കിള് എന്നെയാണ് ആദ്യം പരിചയപ്പെട്ടത്. അതിലിവിടെ പ്രസക്തി ഒന്നുമില്ല. അതിലിവിടെ പ്രസക്തി ഉണ്ട്. അമ്മായിക്ക് എന്ത് കഴിവാണുള്ളത്? ചേച്ചിക്ക് എന്ത് കഴിവാണുള്ളത്? പ്രശ്നമായല്ലോ. അങ്കിൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ പോണത്? ഒരു വ്യക്തിയെ നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഐറ്റവാ ഒരു പെൺകുട്ടി ഇങ്ങനെ മേശമേൽ കിടത്തിയിട്ട് വട്ടവാൾ ഉപയോഗിച്ച് ഇങ്ങനെ മുറിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതിനൊരാളെ എനിക്ക് വേണം. റെഡിയാണ്? ആരാണ് റെഡി? രണ്ടായിട്ട് മുറിച്ചു മാറ്റുന്ന ഐറ്റം അതിന് പറ്റിയ ആളാ പോണം. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹത്തെ ഞാൻ സെലക്ട് ചെയ്യാണ്. എന്താ? എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അതെ, ഞാൻ ചുമ്മാ ചിരിച്ചതാണ്. ഓ, സമാധാനമായി. അങ്കിളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അങ്കിള് ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന മജീഷ്യൻ അല്ലേ? ആണോ? ആണ്. പറ പോലെ. അങ്കിള് എപ്പോഴാ മാജിക് പഠിച്ചത്? ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാ. അങ്കിളെ എപ്പോഴാ മാജിക് പഠിച്ചത്? അതൊരു നല്ല ചോദ്യമാ. ശരിക്കും ഞാന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാജിക് പഠിക്കുന്നത്. മനസ്സിലായി? കാരണം എൻ്റെ സ്കൂളിൽ, മാവേലിക്കര മുള്ളിക്കുളങ്ങര സ്കൂളിൽ ഒരു സ്ട്രീറ്റ് മജീഷ്യൻ വന്നു. സൈക്കിളിൽ ഇങ്ങനെ വന്നു. അന്നൊക്കെ അവര് സ്റ്റേജ് ഒന്നുമില്ല, വെളിയിൽ ഇങ്ങനെ ഒരു മാവിന്റെ ചുവട്ടില് മണ്ണിൽ ഇരുന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഞങ്ങൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. അദ്ദേഹം ചെയ്തത് ഒരു എംപ്റ്റി ടിന്ന് എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മണ്ണ് താഴെ നിന്ന് വാരി ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ മന്ത്രം ചൊല്ലി ഓം ക്രീം ഹോക്കസ് റെഡി 1 2 3 അതിൽ നോക്കിയപ്പോ മുന്തിരിങ്ങ, പച്ച കളറുള്ള മുന്തിരിങ്ങ. ഞങ്ങൾ വിചാരിച്ചു ഇത് വല്ല പ്ലാസ്റ്റിക്കിന്റെയോ ഡെപ്പറിന്റെയോ ഒക്കെ ആന്ന് വിചാരിച്ചു. അല്ല, ശരിക്കുള്ള റിയൽ മുന്തിരിങ്ങ. ഞങ്ങൾ രുചിച്ചു നോക്കി, നല്ല മധുരം. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മാജിക്. എന്നിട്ട് ഞങ്ങൾ എപ്പോഴാ മാജിക് പഠിച്ചേ? അതിനുശേഷം എല്ലാ കുട്ടികളും കൈയടിച്ചു, ഞാൻ മാത്രം കൈയടിച്ചില്ല. എന്താ അതിശയം. ഞാൻ അതിശയം കൊണ്ട് ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ മാജിക്, ഇതിനെ പുറകിൽ രഹസ്യം കാണുമല്ലോ. അത് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് 2-3 ദിവസം ഞാൻ ഉറങ്ങിയില്ല. ഒരു രാത്രി, 3-ാം ദിവസം രാത്രിയിൽ എനിക്ക് എൻ്റെ ഐഡിയ കിട്ടി. ഞാനത് അതേ ഐറ്റം ഉണ്ടായിക്കൊണ്ട് വന്നു. ഒരു ടിന്നെടുത്തിട്ട് അതേ ഐറ്റം ഉണ്ടായിക്കൊണ്ട് സ്കൂളിൽ വന്നിട്ട് ടീച്ചറെയും കുട്ടികളെല്ലാം വിളിച്ച് ചുറ്റും ഇരുത്തിയേച്ച് ഞാൻ ഇതേ ഐറ്റം അതേ മാവിൻ്റെ ചുവട്ട് വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മാജിക് പെർഫോം ചെയ്യുന്നതും. അന്ന് മുതൽ ജൂനിയർ മാൻഡ്രിക് എന്ന പേരെനിക്ക് കിട്ടി. അതെ, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാനേ ഈ ടിവിയിലും പോസ്റ്ററിലും ഒക്കെ കണ്ടിട്ടുള്ളൂ, വലിയ തൊപ്പിയൊക്കെ വെച്ച് കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചോപ്പിച്ചൊന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. അതുപോലൊന്ന് കാണണോന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ സമയമൊന്നുമില്ല, അങ്ങനെ നല്ല തിരക്കുള്ളതാണ്. എന്തരം മുമ്പ ഇതൊന്നും അങ്ങനെ ടക്കനെടുത്താൻ കാണിക്കാനൊന്നും പറ്റൂല. അമ്മൂമ്മ, ഈ മാജിക് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ അതിന്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വേണം. അതായത് ഈ പാർലർ മാജിക്, ക്ലോസപ്പ് മാജിക്, പിന്നെ സ്റ്റേജ് മാജിക്, ഇതൊക്കെയാണ് മാജിക്കിന്റെ ഓരോരോ വിഭാഗങ്ങളാണ്. ഈ മാജിക് എന്ന് പറഞ്ഞാല് പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു മിഥ്യാധാരണയിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു കലയാണ്. പക്ഷേ പാരാനോർമൽ മാജിക്കിൽ നിന്ന് നമ്മൾ ഇതിനെ വേർതിരിച്ച് കാണണം. പിന്നെ ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന പ്രകടന കലകളിൽ ഒന്നാണ് മാജിക്. എന്റെ കേശുവേ, ഇത്രയും മഹാനായ മജീഷ്യനെ മുന്നിൽ നിർത്തി ഇത്രയും വിവരക്കേട് പറയാൻ കാണിച്ച നിന്റെ ധൈര്യം ഉണ്ടല്ലോ, അത് സമ്മതിക്കണോടാ. ഞാൻ പറഞ്ഞില്ല തെറ്റുണ്ടോ മാമ? കുറെയൊക്കെ ചെയ്തണ്ട, കൊറേയൊക്കെ എന്നാണ് പറഞ്ഞത്. അങ്കിളെ, അമ്മ പറഞ്ഞ വേഷത്തില് അങ്കിളിനെ കാണാൻ പറ്റുമോ? എന്തൊരു വേണ്ട, ഞാൻ പിന്നെ ഇത്ര നേരം എന്തൊരു പറഞ്ഞോണ്ടിരുന്ന നീ വിചാരിച്ചേ? നടക്കണ കേസൊന്നുമല്ല, പ്രത്യേകിച്ച് ഇപ്പോ. കണ്ട പോണ നടക്കാത്ത കാര്യം പറഞ്ഞപ്പോ അങ്ങള് സങ്കടമായി. Do you want to see? Yes. Just a minute.
magician Samraj. I say मोटियाने हंसने यार कहीं यस दिस नहीं I say मोटियाने ऊंच सुरात बोलना भी शुद्ध कहीं अर्थ नहीं അങ്കിളെ ഇത് പൊളിച്ചാട്ടാ. നീ വാ പൊളിക്കണ്ട കേട്ടാ, നീ മിണ്ടാണ്ടിരി. അങ്കിള് സൂപ്പർ, ഒരു രക്ഷയില്ല. Then my friends, we'll start with a new magic. A small magic. That is magic. ഇനി അടുത്ത ഒരു ഐറ്റം പാറമോൾ പേടിയോടാണ്. പാറമോൾ കൊണ്ട് ഓടിവാ ഓടിവാ നോക്കാം. ഇവിടെ നിന്ന് അങ്കിളുടെ കയ്യിൽ ഒരു ഞാൻ പടം വരയ്ക്കാൻ പോവാണ്. നോക്കി ഇങ്ങനെ 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 നോക്കി ഇങ്ങനെ 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 ഇതെന്താണിത്? ഒരു കാറാണ് അല്ലേ? മനോഹരമായ ഒരു കാർ അല്ലേ? പക്ഷെ ഇത് കാറ് കണ്ടിട്ട് മോൾക്ക് അത്ര സന്തോഷമില്ലല്ലോ. എന്ത് പറ്റി? ഏതാ മോടെ സ്വപ്നം? ഒരു പക്ഷേ ഒരു കാർ വാങ്ങിക്കുക എന്നുള്ളതാകാം അല്ലേ? ഇല്ലേ? നമുക്ക് നോക്കാം. യെസ്. എന്താണിത്? അയ്യോ, വാനിഷായി ഒരു കാറ്. എന്നിട്ടും മോക്കൊരു സന്തോഷമില്ല മുഖത്ത്. നോക്കി എന്താണിത്? കാരണം എനിക്കറിയാം ഇത് പേപ്പറിന്റെ കാറായിട്ടല്ലേ അല്ലേ? അല്ലേ? പക്ഷെ മോക്ക് റിയൽ കാർ വേണം അല്ലേ? അല്ലേ? അറേ നമുക്ക് നോക്കട്ടെ. നോക്കി അങ്കിളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കണം. റെഡി റെഡി 1 2 നോക്കിയപ്പോ എന്താണിത്? റിയൽ കാർ. മോൾ Thanks. ഇനി അവിടെ നിന്ന് കുതിരയോ ട്രെയിനോ വല്ലതും വരുമോ? ചിലപ്പം വന്നാലോ? കാർ വന്നില്ലേ? ഗൗരി, എന്താ അങ്ങളെ? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു. ആ അതാണ്. അത് പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. അയ്യോ, ഞങ്ങൾ ഈയിടെ മേടിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വീട്ടിൽ ആരോ ഉണ്ട്. അതിപ്പോ ഞങ്ങൾ ഇത്രയും പേരില്ലേ? നിങ്ങളെ കൂടാതെ ഒരാൾ. നമ്മളെ കൂടാതെ പങ്കളുണ്ടല്ലോ. അല്ല, നമ്മളെ കൂടാതെ ഒരാൾ. എന്തോ എന്റെ ജ്ഞാനിതത്തിൽ തെളിഞ്ഞു വരുന്നു. ആരാ അവൻ ചെല്ലി നിർത്തി നോക്കണ? ആരാ? നിർത്ത്. എന്തോ എന്റെ ജ്ഞാനിതത്തിൽ തെളിഞ്ഞു വരുന്നു. ഏതൊരു ആത്മാവിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. ആത്മാവാ? ആവിയാ? ആത്മാവ്? ആത്മാവ്? ഇവിടെ മാവിൽ കിട്ടുന്ന ആരും ചത്തില്ലേ? അത് ചത്ത പുള്ളിനെ മോൻ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലേ? എനിക്കറിയാൻ പാടില്ല. ഇതാ മാവിൽ ആത്മാവായിരിക്കും. നീ മാവിൽ ആത്മാവൊന്നും രാഘവപ്പൂപ്പൻ. രാഘവപ്പൂപ്പനാണോ? പുള്ളി ഇവിടെ സ്ഥിരം ചുറ്റിക്കറി കിടക്കുന്ന മനുഷ്യനാ, പേടിക്കാനൊന്നുമില്ല. ഇതല്ല, ഇത് അതിലൊക്കെ കൂടിയേനോ. ഇവിടെ ആത്മാവൊന്നുമില്ല. ഇവിടെ ആത്മാവൊന്നും അതെ, ഇവിടെ ആത്മാവൊന്നുമില്ല. ഇവിടെ ആത്മാവൊന്നും ഇല്ല. എന്തോ എന്റെ ഞാനിതെന്ന് തെളിഞ്ഞു വരും. എനിക്ക് കാണാൻ സാധിക്കുന്നു അദൃശ്യ ശക്തിയെ. ആത്മാവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പേര് ഇവിടേക്ക് വരിക 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 വരിക. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമായില്ലെന്നേ?
വിശ്വാസമായില്ലല്ലേ? One, two, three. ഓ ബെജിക്കയ, ബെജിക്കയ, ബെജിക്കയ. ഓ ബെജിക്ക. എല്ലാവരും രക്ഷപ്പെട്ടു. അവരെന്നെ വിശ്വസിച്ചില്ല. ഓ എല്ലാരും പോയി. എവിടെ എവിടെ ഗൗരി മോളെ? എല്ലാരും എവിടെ പോയി? പോരുന്നേ. വന്നാട്ടെ വന്നാട്ടെ. വാ. അല്ല ആത്മാവ് ഒന്നും വല്ലെന്നേ, ഇങ്ങോട്ട് പോരെ. പേടിച്ചു പോയോ? അയ്യോ പേടിക്കണ്ട, ഇവിടെ ഒരു ആത്മാവില്ല, ഒന്നുമില്ല. ഇതൊക്കെ അങ്കിളുടെ ഒരു നമ്പർ അല്ലേ? യേശു, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കാരണം നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ കിടന്ന് ഓടിയതല്ലേ? വാ, ഇച്ചിരി ജ്യൂസ് കുടിച്ചോളേ. വാ വന്നാട്ടെ. എന്നാ കൊള്ളാം. നോക്കി. കണ്ടില്ലേ? റൈറ്റ്. താങ്ക് യു. ഞാൻ വെച്ചിട്ടെടുക്കട്ടെ. ഓ എനിക്ക് ജ്യൂസ് ഒന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് ശുദ്ധമായ പച്ചവെള്ളമാണ് ഇഷ്ടം. റൈറ്റ്. ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കാം. എന്താ? തീർന്നിട്ടില്ല ബേബി, തീർന്നിട്ടില്ല. ഇപ്പോ നിങ്ങൾക്ക് ഒരു പക്ഷെ സംശയം തോന്നിയേക്കാം, ഇതെങ്ങനെ ഈ ഒരു ജഗിൽ നിന്നും 2 കളറുള്ള ഡ്രിങ്ക് എടുത്തെന്നുള്ളത്. ഒന്ന് ജ്യൂസും മറ്റൊന്ന് ശുദ്ധമായ പച്ചവെള്ളവും. അതിനൊരു വെയിറ്റ്. നോക്കിയേ. It's money. We go to hospital for treatment, we need money. We go to for school for education, we need money. money. Everywhere money. Look. Okay? Right. ഇതെവിടുന്ന് സംഭവിച്ചു? സംശയിക്കണ്ട. That is real magic. Right. അടുത്തത് ശിവാനിക്ക് വേണ്ടി ഒരു മാജിക് ആകാം അല്ലേ? നിങ്ങളിൽ നല്ല മനസ്സൊരാള് ഒരു സ്വർണ്ണ മോതിരം എനിക്ക് തരൂ. സ്വർണ്ണ മോതിരം. കനകത്തിന്റെ ധാരാളം മുതിരുന്നുണ്ട്. ഇതെല്ലാം സ്വർണം തന്നെ അല്ലേ? എനിക്കൊരു സ്വർണം തരുമോ? ഒരു മോതിരം തരുമോ പ്ലീസ്? അയ്യോ ഇത്ര മനസ്സുള്ള ഇതാണല്ലേ? തിരിച്ചു വേണോ ഇത്? ഓക്കെ, ഈ കനകത്തിന്റെ സ്വർണ്ണ മോതിരം വെച്ചാണ് ഒരു ഐറ്റം ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ നോക്കണം, ഞാനിങ്ങനെ വെക്കുന്നു. റൈറ്റ്, നോക്കുക. എല്ലാ രീതിയിലത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. ഇങ്ങനെ അയ്യോ കാണാം. ഇവിടെ ആയിക്കഴിഞ്ഞു. കണ്ടില്ലേ? ഒന്നുകൂടി നോക്കണം. ഇതിങ്ങനെ വെക്കുന്നു. നോക്കണം, സൂക്ഷിച്ച് നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് എവിടെ പോയി? ചെവിയിൽ കാണും അല്ലേ? ഇല്ല, നോക്കി ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ എവിടെ കാണും?
അവിടെ അയ്യോ കാണാം. മനുഷ്യൻ മാജിക്കിൽ ലാഭമുണ്ട് നഷ്ടമുണ്ട്. ഇതെന്താ സംഭവിച്ചത്? പോച്ച്. നഷ്ടം ഇല്ലേ? അന്നോ എനിക്ക് ലാഭമാണ്. ആ, കിട്ടിയില്ലേ? എവിടെ പോയി? നമുക്കത് കണ്ടുപിടിക്കാം. എന്താ മാജിക്കിലൂടെ ഇവിടെ now there are 6 oranges. അതെ അല്ലേ? 6 oranges ആണ്. കേശു, താങ്കൾ ഇവിടെ വാ. യു വെരി സ്മാർട്ട് ബോയ്. ഇതിൽ നിന്ന് മോൻ ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് എനിക്കെടുത്ത് തരിക. ഇതിന്നാ ആ. ഇതാ, ഒന്നുകൂടെ ചോദിക്കട്ടെ, പെട്ടെന്ന് എങ്ങനെ എടുക്കാതെ ഒന്നുകൂടെ വേണേ മാറ്റിയെടുക്കാം. ഇഫ് യു ഹാവ് മനസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ പറയരുത് അയ്യോ ഇങ്ങനെ എന്നൊന്നും പറയരുത്. ഇഷ്ടപ്പെട്ടാണ് വേണേ ചേഞ്ച് ചെയ്തു. ആ ആ എടുത്തു. ഓക്കെ, സന്തോഷം. തരിക തരിക. ഇതാണല്ലേ? നമുക്ക് നോക്കാം മാജിക്കിൽ എന്ത് സംഭവിക്കും. നമുക്ക് നോക്കാം. വരുന്നു 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 വരുന്നു. ഇതാണോ താങ്കളുടെ സ്വർണ്ണമോതിരം? മാജിക്. എടുത്തോളൂ എടുത്തോളൂ. അച്ഛോ എന്നോട് മോതിരം. വി മജീഷ്യൻസ് നെവർ മേക്ക് മിസ്റ്റേക്ക്. മാജിക്കൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല. That's it. അല്ല താൻ അതൊക്കെ വിട്. താൻ എപ്പോ ഇങ്ങോട്ട് വരുമെന്ന് പറ. എങ്ങോട്ടെന്നാ? നമ്മുടെ വീട്ടിലോട്ട്. വരില്ലെന്ന് ഇവിടെ വാടോ. ഒരു കാര്യം ഉണ്ടാവണ്ടല്ലേ പറയണേ. ഒരാള് വന്നിട്ടുണ്ട്. ആരെന്നാ? നമ്മുടെ മഹേഷ് സാമ്രാജ്, മജീഷ്യൻ സാമ്രാജ്. അതൊക്കെ നമുക്കറിയാം. നമ്മുടെ കട്ട ദോസ്തല്ലേ. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ചുമ്മാ വീട് വരെ വന്നിട്ട് പോകുന്ന പറഞ്ഞ് പുള്ളി എങ്ങനെ വന്ന് ഇപ്പൊ തന്നെ ഒരുപാട് മാജിക് കാണിച്ച്. ചെറിയ ചെറിയ ട്രിക്ക് അത് തന്നെ. ഇപ്പൊ പറയണ ഞാൻ തന്നെ അന്തം വിട്ടു പോയില്ലേ? അന്തം വിട്ടു പോവാ നീ ആയിരുന്ന? നീ വരണ്ട. നീ വെച്ചിട്ട് പോടും. ആ അല്ല പിന്നെ ആരും പറയുമ്പോ ചോടടിക്കാൻ. എന്റെ ആരെ വിളിച്ചേ? ഞാൻ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നു. എനക്കെന്തരീ? ആരെ വിളിച്ചെന്ന് പറ. അത്യാവശ്യമായിട്ട് ഒരാളെ വിളിച്ചോണ്ടിരുന്നു. അത്യാവശ്യമായിട്ട് ഒരാള്? അപ്പൊ മെർലിൻ ചേച്ചിയായിരിക്കും. മെർലിനൊന്നും അല്ല. ഞാൻ ഒരാളെ വിളിച്ചോണ്ട്. ഇപ്പൊ നിനക്കെന്തരാ അതിന്റെ പ്രശ്നം? ഇപ്പൊ നിനക്കെല്ലാം അറിഞ്ഞേ പറ്റത്തുള്ളൂ. മെർലിൻ ചേച്ചിയല്ലേ? അല്ല, മെർലിൻ ചേച്ചിയല്ലേ? ആടി മെർലിൻ ചേച്ചിയാണ്. അപ്പൊ അതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ മെർലിനെ വിളിച്ചോണ്ടിരിക്കും. അത്യാവശ്യമായിട്ട് ഞങ്ങള് ഈ മഴയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോളോ ചേട്ടാ മെർലിൻ ചേച്ചി അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയുമല്ലായിരുന്നോ? ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ. ഇത് വലിയ കഷ്ടമായില്ല. നീ നാട്ടുകാരി പോയേ. അടുത്തത് എന്തോന്നടാ ഇവിടെ വന്നിരിക്കണ? ഇവിടെ എന്ത് മോശമാണെന്ന് അറിയാമോ? ഇവിടെ ഒരാൾ അകത്ത് വന്നിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എത്ര മോശമല്ലേ? ഇവിടെ ഡീസൻസി ഇല്ലെങ്കിലും കുറച്ച് ഡീസൻസി കാണിക്കണം കേശു. ഡീസൻസി ഇല്ലാത്തവരെ ഡീസൻസി കാണിക്കും. അമ്മായി അങ്കിളകത്ത് എന്ത് ചെയ്യുവാ? അങ്കിള് റൂമിന്റെ അകത്തോട്ട് കേറി പോയിട്ടുണ്ട്. അടുത്ത് എന്താണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇപ്പൊ എന്തിനാണ് ഒരു പിടിയും വേണ്ട? എന്തിനാലോചിക്കണം? അങ്കിൾ എന്തിനായിരിക്കും റൂമിന്റെ അകത്ത് കയറിപ്പോയത്? അതല്ലേ ഞാൻ പറഞ്ഞത്. എന്താണ് ഇനി ചെയ്യാൻ പോണെന്ന് അൺപ്രെഡിക്റ്റബിൾ ആണ്. എന്തായാലും മാജിക് ചെയ്യാനായിരിക്കോ? ചിലപ്പം. അതല്ലേ ഞാൻ പറഞ്ഞേ അൺപ്രെഡിക്റ്റബിൾ ആണെന്ന്. അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തായാലും ചെയ്തോണ്ടിരുന്ന? ചേട്ടാ മെർലിൻ ചേച്ചി വിളിക്കുമായിരുന്നു. മെർലിനെ വിളിച്ച് എന്തോ പറഞ്ഞു? നമ്മുടെ അങ്കിള് വന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞാ? ഞാനാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ? അതെങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞു കഴിഞ്ഞാൽ കേശുവിന്റെ വെയിറ്റ് അങ്ങ് പോത്തില്ലേ? പറഞ്ഞില്ലേ കേശു? അങ്കിള് വന്നെന്ന് പറഞ്ഞു. അങ്കിള് വന്നെന്ന് പറഞ്ഞു. അത്ര നീ പറഞ്ഞോളാ? നീയാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു കാണും. അങ്ങനല്ലേ തള്ളാൻ പറ്റൂ? യേശുവേ അങ്കിള് പോട്ട്. ഞാൻ മെർലിനെ വിളിച്ച് പറയണുണ്ട് എല്ലാ കാര്യം. എന്തിനാ ഇത്? എന്തോ ഇത്? എനിക്കൊരു 2 മാർക്ക് കൂടുതൽ കിട്ടണോ? പിടിക്കൂലല്ലേ? എന്നാ നീ മേടിക്ക്. ഞാനായിട്ട് ഇനി തടസ്സം നിക്കണുള്ള.
എടാ കേശു, ഈ വീടിന് എന്തോ ഒരു ദുരൂഹതയുള്ള പോലെ എനിക്കൊരു തോന്നി. എന്തൊരു ദുരൂഹത? എന്തോന്നും ദുരൂഹത എന്ന് ചോദിച്ചാ, എടാ എനിക്കൊരു ഉൾവിളി, ഈ വീടിൻ്റെ അകത്ത് എന്തോ ഉള്ള പോലെ. അതങ്ങനൊന്നും ഉണ്ടാവൂല. പുള്ളി നേരത്തെ ചുമ്മാ പറഞ്ഞേ. പുള്ളി അങ്ങനൊന്നും ചുമ്മാ പറയൂല. അങ്ങനൊന്നും ഇല്ല. എന്നാലും എനിക്കെന്തോ ഒരു കേശോട്ടാ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നെന്തിനു ചേട്ടാ നിറയ്ക്കുന്നേ? ഓട്ടോ റിഫ്ലക്സ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എടാ ബാക്കി എല്ലാവരും എവിടെ? എവിടെ? അതല്ലേ ഞാനും ചോദിച്ചേ. അകത്തെന്തിന് കേറിയിരിക്കണേ? അതല്ലേ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥ പടച്ചങ്ങനെ ഇരിപ്പാണ്. അതാണ് ചോദിച്ചത്, എന്തിനു ചെയ്യണം? എന്തിനടേ? എടാ അതല്ലേ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. വാ, ഇങ്ങ് വാടാ. എന്തിന്? ഇങ്ങ് വാ. എടാ എന്തോ ഒരു ദുരൂഹത ഉണ്ട്. എന്തൊരു ദുരൂഹത? അല്ല ഈ വീടിനെ, നമ്മുടെ വീട്. എന്താടാ? എന്താ എന്താ நீங்க வீட பத்தி ஏதோ சொல்லிட்டு இருந்தல்ல? ആര് പറഞ്ഞു? ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ആന്റി, മാജിക് അങ്കിളല്ലേ കഥ അടച്ചിരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ, ഇതിപ്പോ മാജിക് കാണിക്കാൻ പറഞ്ഞത് വള്ളിയായും തോന്നണല്ലേ? പേടിച്ചിറങ്ങി ഓടണ്ട വരൂ. മിണ്ടായിരടാ, അമ്മ പേടിക്കൂലേ. கௌரி, அம்மாக்கு மட்டும் இல்ல, எனக்கும் ரொம்ப பயமா இருக்கு. എനിക്കൊരു പേടിയില്ല. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോ പേടിയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ റൂമിൽ തട്ടി അങ്കിളിനെ ഒന്ന് വിളി. എന്തിന്? അല്ല വിളി, പേടിയില്ലല്ലോ. അങ്കിൾ എന്താണ് ചെയ്തോണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലടാ? ഞാൻ എന്തിനു വിളിക്കണം? വിളിക്കാമ്മേ. അത് തന്നെ, അമ്മ ഒന്ന് വിളി. ഞാൻ എന്തിനു വിളിക്കണം? അല്ല ഈ ലച്ചു ശിവ എവിടാ? നിന്റെ റൂമിലിരിപ്പുണ്ട്. എന്റെ റൂമിലാ? എന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് പോവാം. അമ്മ അങ്കിളിനെ വിളിച്ച് അങ്കിളിനോടൊന്ന് സംസാരിച്ചു കേട്ടാ? ഞാൻ തട്ടട്ടാ, എന്നിട്ട് അമ്മൂമ്മയെ വിളിച്ചെന്ന് പറയട്ടാ. എടാ ഞാൻ എന്തിനാ വിളിക്കുന്നേ? നിങ്ങളെല്ലാരും ഒന്ന് ഞാൻ വിളി എന്ന് പറയുന്നത് എന്തിനാ? അമ്മൂമ്മയല്ലേ പറഞ്ഞ അമ്മൂമ്മക്ക് പേടിയില്ലെന്നല്ലേ പറൂ? അമ്മൂമ്മ വിളി. ഒന്ന് പോവച്ചാ, നിന്റെ ജോലി നോക്കി. அதே அவங்க வந்ததுக்கு அப்புறம் கிச்சன்ல ஒரு வேலையும் நடக்கல. அவரு கொஞ்சம் கழிஞ்சா போவாரு. அதுக்கப்புறம் நீங்க எல்லாம் ஏதா சாப்பிட வேணும்னு சொன்னா நான் என்ன செய்வேன்? அதனால நான் கிச்சன்ல போறேன். അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? അങ്ങനെ അങ്ങ് പോകണം, അவ்வளவுதான். ആന്റി പേടിച്ചിട്ട് പോന്നേ. വിളിയമ്മൂമ്മ അങ്ങോട്ട്. എനിക്ക് വിളിക്കാനൊന്നും വയ്യ, നീ അങ്ങ് വിളിച്ചാ മതി. അമ്മൂമ്മ വിളി അങ്ങോട്ട്. ചെലപ്പോ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ട പെട്ടാ അമ്മൂമ്മ ഈ മാജിക്കിലേ മറ്റേ അറക്കവാള് വെച്ചിട്ട് തലയറത്ത് മാറ്റുന്ന പരിപാടിയുണ്ട്. അതേപോലെ ചിലപ്പം തലയറത്തിട്ട് പടവലത്തോട് കൊടുത്തു വിടും. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വരാവേ. പിന്നെ വിളിക്കമ്മൂമ്മ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല വിളിക്കാൻ. അതുകൊണ്ടല്ലേ പറഞ്ഞത്. കേശോടെ ഞാൻ വരുന്ന. കനകം. என்னம்மா? ഒന്നുമില്ല. அம்மா, நீங்க ஏதோ யோசிச்சுட்டு இருக்கீங்க. அம்மா, தேவையில்லாத விஷயத்தை யோசிக்காதீங்க. அவரு சொன்னாருல்ல, இதெல்லாம் மேஜிக், இங்க ஒரு பிரச்சனையும் இல்லைன்னு. അതൊക്കെ എനിക്കറിയാം. പഴക്കവും ദുരൂഹതയും ഒക്കെ ഉള്ള വീട്ടിൽ താമസിച്ചിട്ടുള്ളവളാ ഞാൻ. എൻ്റെ ഒരു വല്യമ്മയുണ്ട് അങ്ങ് ചൊനക്കര. വല്യമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വല്യമ്മയുടെ മക്കളൊക്കെ അങ്ങ് വെളിയില്ല. വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചോനറത്തല വരും. എന്നിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് ചൊനക്കര പോവും. എൻ്റെ പൊന്നു മോളെ, ആ വീടെങ്കി വീടതാ, ഒരു കൊട്ടാരം. അതാണ് അമ്മ ചൊനക്കര കൊട്ടാരം.
അയ്യ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അതൊരു കൊട്ടാരം തന്നെ. അവിടെ അങ്ങനെ ഇങ്ങനൊന്നും ആരും വന്ന് താമസിക്കത്തില്ലെന്നേ. ആ അത് ചിലപ്പോ അമ്മയുടെ വല്യമ്മയുടെ സ്വഭാവം അത്ര നല്ലതായിരിക്കും, നല്ല പേരായിരിക്കും നാട്ടിൽ ഫുള്ളും. വല്യമ്മ എന്നെ പോലൊന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാ. അല്ല, എന്നെ പോലെ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. എന്നിട്ടേ അവിടെ ചാത്തനും മറുതയൊക്കെ ഉണ്ടെന്നാ പറയുന്നേ. അമ്മ കണ്ടിട്ടുണ്ടോ? ഞാനതുവരെ കണ്ടിട്ടൊന്നുമില്ല. ചാത്തനും മറുതയ്ക്കും വരെ അമ്മയെ പേടിയാണ്. ഗൗരി, கௌரி நம்ம மேஜிக் அங்கிள் இருக்காருல்ல, மேஜிக் சாரு, அவரு வெளியில வந்துட்டாரா? അങ്കിൾ അതിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. ആഹാ, കിടന്ന് ഉറങ്ങുവാന്നോ? അത് ശരി. അപ്പൊ നീ പറഞ്ഞ അങ്ങനൊന്നും അല്ലല്ലോ. അതിനാ മുറി അടച്ച് അതിനകത്ത് കയറി ഇരുന്ന് അതിനകത്ത് അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞേ. അങ്കിള് ഉറങ്ങുവാണെങ്കിലും അങ്കിളുടെ മനസ്സ് പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അമ്മ അമ്മ ഇന്ന് ആ റൂമിലാണോ കിടന്നുറങ്ങുന്നത്? ഏത് റൂമില്? അല്ല, അങ്കിൾ ഇപ്പൊ കിടന്നുറങ്ങുന്ന റൂമിലാണോ അമ്മ ഇന്ന് കിടന്നുറങ്ങുന്നതെന്ന്. ആ, അതിനകത്തിലല്ലേ ഞാൻ കിടന്നോണ്ടിരിക്കുന്നേ. എന്നത്തെയും പോലെ അല്ല, ഇന്ന് രാത്രിയും അമ്മ അതിന്റെ അകത്താണോ കിടന്നുറങ്ങുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചിലപ്പം മാറിക്കിടക്കാം. അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അയ്യേ, മാറിക്കിടക്കൊന്നും വേണ്ട. അമ്മ ഇന്ന് അതിന്റെ അകത്ത് തന്നെ കിടന്നാ മതി, പേടിക്കൊന്നും വേണ്ടെന്നേ. ഞാൻ അതല്ല ആലോചിക്കണം, ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അങ്കിൾ റൂമിന്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങി. പക്ഷെ ഇത്രയും ദൂരത്തിരിക്കുന്ന ക്യാൻഡിൽ കത്തി. എന്നിട്ട് അങ്കിൾ നടന്ന പുറകിലോട്ട് വന്നു. കയ്യെത്താ ദൂരത്തിരിക്കുന്ന ഗ്ലാസ് പൊട്ടി. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടന്നു? എന്തുവാ പെണ്ണെ ഈ പേടിപ്പിക്കുന്നേ? എന്തോ ഒരു ദുരൂഹതയില്ലേ? ഉണ്ടോ? ആലോചിച്ചോക്ക്, നന്നായിട്ട് ആലോചിക്കും. ചേച്ചി, തണുത്ത വെള്ളം ഉണ്ടോ? ഫ്രിഡ്ജുക്കുള്ള ഇരിക്കൂ. ഉണ്ടല്ലേ? കനാലി ആര് പേടിപ്പിച്ചെന്ന്? ഞാൻ പറയാൻ കൂടി ഒരു കാര്യം പറയാൻ വന്നല്ലേ. ശ്വാസമേ നിന്നട പോറത്. ഞാൻ ആ പുറകിൽ കൂടെ പോയാൽ ജന്നി കൂടെ എത്തി നോക്കി പുള്ളിക്കാരൻ ആ റൂമിനകത്ത് എന്തൊരു ചെയ്യണേന്ന് അറിയാൻ വേണ്ടി. പുള്ളി ആ റൂമിനകത്ത് ഇപ്പൊ കാണാനില്ല. അപ്പൊ എന്റെ പുറകെ തട്ടി വിളിച്ചിട്ട് പറയാണ് ഞാൻ ഇറങ്ങാൻ സമയം എല്ലാരും വിളിയുന്നു. അങ്കിളെ, അപ്പൊ ഞാൻ പോട്ടെ. അത് ശരി. അപ്പൊ അങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? ഇൻവൈറ്റ് ചെയ്യണമെന്നുള്ളത് ഗൗരിമോളില്ലേ ഇവിടെ? നിങ്ങൾക്ക് എപ്പം വേണേലും വന്നുകൂടെ? നമ്മൾ അങ്കിളുടെ വീട്ടിൽ അങ്കിളെ കാണാൻ പോകുമ്പോഴായിരിക്കും അങ്കിള് വാനിഷ് ആവണത്. വാനിഷായി. അല്ല അങ്കിളെ, ഞാൻ ഉദ്ദേശിച്ചതേ നമ്മൾ കാണാൻ വരുമ്പോ അങ്കിള് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് പോവല്ലോ, അപ്പൊ ആ വാനിഷ് ആണ് ഉദ്ദേശിച്ചത്. അങ്കിളെ, ഞാൻ ലച്ചു ചേച്ചിക്ക് മാജിക് പഠിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം. അതെയോ? എന്തൊരു ചേച്ചി, മാജിക് പഠിക്കാൻ അത്ര വലിയ പാടുള്ള കേസൊന്നും അല്ല. ഇഷ്ടംപോലെ ട്രിക്ക്, പിന്നെ മറ്റേ ബോക്സും ഇരുട്ടും ഒക്കെ വെച്ചുള്ള പരിപാടിയല്ലേ ഈ മാജിക്ക്. മാത്രമല്ല കുറച്ച് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി, കുറച്ച് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു കൂട്ടം അടിച്ചിട്ടാണ് ഈ മാജിക്ക്. പിന്നെ ഇത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഓൺലൈൻ എടുക്കുക, മാജിക് റിവീലിംഗ് ട്രിക്സ് ഒന്ന് അടിക്കുക. കിൻഡൽ കണക്കിന് കിടക്കില്ലേ, വെറുതെ അങ്കിളിനെ ശല്യപ്പെടുത്താൻ തന്നെ. അങ്കിളെ, ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിലേ അങ്കിളിന് ഇവൻ മാജിക് പഠിപ്പിക്കും. അവൻ മിടുക്കനല്ലേ? എന്റെ പൊന്നങ്ങളെ, അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. ഇവനെ നാളെ കോളേജിൽ പോയിട്ട് വീമ്പളക്കും. മഹാമാജിഷ്യൻ സാമ്രാജ് എന്റെ മുന്നിൽ മുട്ട് മടക്കി. ഞാൻ അങ്ങനെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്രയും കയറ്റിയൊന്നും പറയില്ല.
കുറച്ച് പറയും. അങ്കിളിന് ഒരു 2 കാര്യം പറഞ്ഞു തന്നെ പറയാം, അത്രേ ഉള്ളു അങ്കിളെ. അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കുവോ? ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്കിളെ, ചുമ്മാ ടൈം പാസിന് ഇങ്ങനെ. അങ്ങളെ ഇവൻ ഇതല്ല, ഇതിനപ്പുറം പറഞ്ഞു കൊടുക്കും കോളേജിൽ പോയിട്ട്. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം ഇങ്ങോട്ട് നീങ്ങും, ഇങ്ങോട്ട് നീങ്ങും. കേശു ഒരു കാര്യം ചെയ്യേ, അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് പോയി ആ മേശയുടെ മുകളിൽ കയറി ചെല്ലേ. അങ്ങളെ എന്താ പരിപാടി? അത് നോക്കൂ. എടാ മോനെ, ഈ ഒന്നുകൂടെ കയറിയിരുന്നേ. മാജിക് ട്രിക്ക് പഠിപ്പിക്കാനായിരിക്കും. ഞാൻ വന്നപ്പോൾ മുതലേ നോട്ട് ചെയ്യുന്നു. നിനക്ക് എന്നെക്കാൾ കൂടുതൽ അറിവാണല്ലേ മാജിക്കിനെ പറ്റിയല്ല. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. എന്നാലും ഇതോടെ പിടിച്ചോ. ഓം ക്രീം ഹോക്കസ് പോക്കസ് റെഡി 1 2 and 3. അങ്ങളെ എനിക്ക് ആകപ്പാടുള്ള ഒരേ ഒരു അനിയനെ, ഇതിനൊന്ന് നേരെയാക്കി തരൂ. എല്ലാം മായ. സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. സംഭവാമി യുഗേ യുഗേ. അയ്യോ അതെ. പോവല്ലേ, ഇതിന് നേരെയാക്കി തന്നിട്ട് പോ. എന്റെ കൊച്ചിനെ നേരെയാക്കി തന്നിട്ട് പോ. അയ്യോ ഇനി ഇതെങ്ങനെ നേരെയാക്കും? അമ്മുമ്മ ഇനി ഇത് നേരെയാക്കണ്ട, നല്ല രസമുണ്ട്. എനിക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയേ. അമ്മൂമ്മ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പഴയതുപോലെ ആവണം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.